ഹായ് അസ്സലാമലൈക്കും. സജന ഹക്കിം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കൊഴുവ കിട്ടിട്ടോ. അടിപൊളി കൊഴുവയാണ്. അപ്പോൾ ഫ്രഷാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടാന്നാണോ പറയുക? ചില നാടുകളൊക്കെ ചൂട എന്ന് പറയുന്നത് കേൾക്കാട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വെള്ളയപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പൊളി ഐറ്റം മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കിടുക്കാച്ചി, അതായത് കിടിലം മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അടുക്കളയിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ ഒരു സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. രാവിലെ തന്നെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നില്ല, നാളികേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ അങ്ങോട്ട് മുട്ടക്കറി അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും മുട്ടക്കറിയും വെള്ളയപ്പം അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം എന്ന് ഞാൻ കരുതി കേട്ടോ. പക്ഷേ മൂത്ത ആൾക്കിന്ന് പോകാനായിട്ട് സാധിച്ചില്ല. മദ്രസയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ നല്ല ചുമയും കഫം കെട്ടോടുകൂടി ചുമയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് സ്കൂളിലേക്ക് പോകണ്ട, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലിരുന്നോളെ, ഗുളികയും അതേപോലെ തന്നെ ആവി പിടിക്കുക, അതേപോലെ തന്നെ ഗുളിക കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തുങ്ങായിട്ട് അടക്കി ഒതുക്കി ഇരുത്തിക്കുക കേട്ടോ. അപ്പോൾ അവനുള്ള കഞ്ഞിയും പയറൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. കാന്താരി ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാന്താരി ചമ്മന്തിയുടെ വീഡിയോ ഞാൻ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ അപ്ഡേഷനൊക്കെ വന്നില്ലേ, ഇനി കാണിച്ചതൊന്നും കാണിച്ചാൽ നമ്മൾ മോണിയാവില്ല കേട്ടോ, മോണിറ്റേഷൻ ആവില്ല. അപ്പോൾ കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് മോൻ കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ചെറിയ ആളുത വെള്ളയപ്പവും മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പാത്തോസ് വേഗം തന്നെ അങ്ങോട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വാരി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, വേഗം തന്നെ അങ്ങോട്ട് ഫുഡ് വാരി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ബാക്കിയുള്ള വെള്ളയപ്പം അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് കേട്ടോ. ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ വെള്ളയപ്പം റെഡിയായി കിട്ടുന്നത് കണ്ടോ, വിട്ട് കിട്ടുന്നത് കണ്ടോ. അടിപൊളി സോഫ്റ്റായ രീതിയിലുള്ള വെള്ളയപ്പാട്ടോ, 100% റിസൾട്ടാട്ടോ. ഈ വെള്ളയപ്പത്തിന് പൂ പോലത്തെ സോഫ്റ്റായ വെള്ളയപ്പം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ റെസിപ്പി കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചാനലിൽ ഒന്ന് കയറി കണ്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അടിപൊളി 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ മാവ് റെഡിയാക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. പൂ പോലത്തെ സോഫ്റ്റായ വെള്ളപ്പം റെഡിയാക്കി കിട്ടും. അങ്ങനെ ആ വെള്ളപ്പം അങ്ങോട്ട് ചുട്ടങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാത്തൂസ് വേഗം തന്നെ അങ്ങോട്ട് ഫുഡ് കഴിച്ചു. പിന്നെ കോപ്പികളൊക്കെ അങ്ങോട്ട് എഴുതി അങ്ങനെ അവളുടെ സ്കൂളിലേക്ക് ഉമ്മ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിക്കുള്ള വെള്ളയപ്പം അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണേ. കുറച്ച് അങ്ങോട്ട് കാസറോൾ അടച്ച് വെച്ചാൽ 4 മണിയാകുമ്പോൾ പിള്ളേർക്ക് അങ്ങോട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ വെള്ളയപ്പം റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളയപ്പം റെഡിയായി. അങ്ങനെ കഴിക്കാനുള്ള ഫുഡ് മേശപ്പുറത്ത് വെച്ചു, ബാക്കിയുള്ളത് കാസറോൾ അടച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും മാവിൻ്റെ റെസിപ്പി കാണണം, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ മുട്ടക്കറിയും വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തീ പൂട്ടിയിട്ടില്ല, ഞാൻ ഗ്യാസ് അടുപ്പുമല്ലാട്ടോ ഇന്ന് വെച്ചത്. അങ്ങനെ അടുപ്പത്ത് നമ്മുടെ ചോറ് അരിയൊക്കെ അടുപ്പത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള നാളികേരവും പെരിഞ്ചീരകവും അതേപോലെ തന്നെ ചെറുള്ളിയും തക്കാളിയും അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തു, ഇഞ്ചിയും ചേർത്തു കേട്ടോ പാകത്തിന്. എന്നിട്ട് പാകത്തിന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. നല്ലതുപോലെ വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറൊക്കെ വാർത്ത് വയ്ക്കണം കേട്ടോ. അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചു. അതിന് ശേഷം നമുക്ക് മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ അങ്ങോട്ട് റെഡിയായി, അത് മൂടി വെച്ചു. അങ്ങനെ നമുക്കിനി കൊഴുവ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയതാ ഉമ്മ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻകറി സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഞാൻ മുളക് പറ്റി അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. എന്നിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാം, ബാക്കി കുറച്ച് ഫ്രിഡ്ജിലോട്ട് ഒരു ബോക്സിൽ അങ്ങോട്ട് അടച്ച് വയ്ക്കാം, പിറ്റേ ദിവസം വറുക്കാലോ എന്ന് കരുതിയിട്ടോ. അങ്ങനെ കുറച്ച് കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചു. അങ്ങനെ അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുള്ളിക്കുട്ടൻ കേട്ടോ, 7 കേട്ടോ.
അതങ്ങോട്ട് അരിഞ്ഞിങ്ങായിട്ട് ഇതാ തട്ടി കൊടുത്തിട്ടുണ്ടേ നമ്മുടെ ചട്ടിയിലേക്ക്. പച്ചമുളക് 4 കേട്ടോ, നമുക്ക് പാകത്തിന് ചേർക്കാവുന്ന കേട്ടോ. നമ്മൾ തേങ്ങാക്കൂട്ട് റെഡിയാക്കി വെച്ചില്ലേ, അതങ്ങോട്ട് നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പാകത്തിനുള്ള പുളി പിഴിഞ്ഞിങ്ങായിട്ട് അരിപ്പയിൽ അരിച്ചത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചാറൊക്കെ സെറ്റാക്കിയാൽ ഉടനെ നമുക്ക് അടുപ്പ് ഓണാക്കാവുന്ന കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ? 1 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തങ്ങായിട്ട് പാകത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സാക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പണി വരും മുന്നേ നമുക്കൊരു കാര്യം പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാ നമ്മൾ മൂടി വെച്ചു. എന്നിട്ട് നല്ലതുപോലെ തിളച്ചതാ ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഫ്രഷ് കൊഴുവ അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. എന്തൊക്കെ എൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നല്ല ഫ്രഷ് കൊഴുവ കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാ അതിലേക്ക് ചേർത്ത് കൊടുത്തങ്ങായിട്ട് നല്ലതുപോലെ ഒന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ കൊഴുവ കറി അങ്ങോട്ട് സെറ്റായി വരും കേട്ടോ. കിടിലം പുളി ഐറ്റം മീൻകറി സെറ്റായി വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ മൂടി വയ്ക്കാനായിട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്തായിരുന്നു സ്പെഷ്യൽ ഉച്ചയ്ക്ക്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയത് കേട്ടോ. അതാ മൂടി വെച്ചിട്ടോ. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മിളക് പറ്റി സെറ്റാക്കി വെച്ചിരുന്നില്ലേ നമ്മുടെ കൊഴുവ, അതങ്ങോട്ട് നമുക്ക് തട്ടിക്കൊടുക്കാം. വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതാ തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. രുചികരമാണ് കേട്ടോ ഈ മീൻ ഫ്രൈ ചെയ്തെടുത്താൽ. എന്താ രുചിയെന്നറിയോ? അപ്പം നിങ്ങളും ഇതേപോലെ മീനൊക്കെ വാങ്ങിച്ചിങ്ങായിട്ട് ഫ്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ മീനൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ചാറ് നല്ലതുപോലെ അങ്ങോട്ട് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തൂളിക്കാം കേട്ടോ. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള മീൻ ഫ്രൈ ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. രുചികരം, ഒരു പൊളി. ഇനി നമുക്ക് കറി തൂളിക്കണ്ടേ? ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ചെറുള്ളി കുനുകുനാരിഞ്ഞത് അതിലേക്കിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്തതായി വറ്റൽ മുളക് കേട്ടോ പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയിട്ട് നല്ലതുപോലെ അങ്ങോട്ട് സെറ്റാക്കിയ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മീൻകറിയിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി ഐറ്റം കിടിലം മീൻകറി ദാ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദാ നല്ലതുപോലെ അങ്ങോട്ട് സെറ്റായ ശേഷം ദാ നമ്മുടെ മീൻകറിയിലേക്ക് തട്ടിക്കൊടുത്തു കേട്ടോ. അപ്പം അടിപൊളി പുളി ഐറ്റം മീൻകറി ദാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ ഈ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100% റിസൾട്ട് നൽകുന്ന രുചികരമായ മീൻകറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.